ഒന്ന് ശ്രദ്ധിക്കേ. നിങ്ങളുടെ വീഡിയോസ് ഓഡിയോസ് ഒന്ന് ഓഫ് ചെയ്തേ. ഓഡിയോ മൈക്ക് എല്ലാവരും ആരോടെ സംസാരിക്കുന്നുണ്ടല്ലോ. ഓക്കെ. ഇതിനകത്ത് ധനീഷ് ഏതാ ആരാ? ഓ, അതുണ്ടല്ലേ. അഡ്മിറ്റ് ആണ്. ഓക്കെ. മൈക്കെല്ലാം ഓഫ് ചെയ്ത് തരാം കേട്ടോ. ധനീഷ് ഉണ്ടോ അവിടെ? ധനീഷ് മൈക്ക് ഓഫ് ചെയ്യും. ധനീഷ്. അതേപോലെ മുഹമ്മദ് ഷാഹിൻ, നവനീത് ടോമി. നമുക്കൊട്ടും ഓഫ് ചെയ്യാൻ പറ്റില്ലേ? എവിടെയായിരുന്നു മ്യൂട്ട്? എവിടെ ഉണ്ടായിരുന്നല്ലേ പാർട്ടിസിപ്പൻസിലാ? ഹലോ. അതെ പറഞ്ഞു പറ. വന്നിരുന്നു, കണ്ടിരുന്നില്ലേ? ആ ആ ആ അത് വേണ്ട. എനിക്ക് ആ മെയിലൊന്ന് അയച്ചേ. അത് ചുമ്മാതാ. പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റില്ല. പൈസ അയക്കാൻ തട്ടാണല്ലോ പാനം. അതവരുടെ ചുമ്മാ ടാറ്റ ഗ്രൂപ്പ് ഒന്നുമല്ല. അതൊക്കെ വെറുതെ എംബ്ലോക്ക് വെച്ച് തട്ടിപ്പുണ്ടാക്കുന്നത്. കാരണം അത്ര ഞാൻ ആ മെയിൽ കണ്ടു. ആ സാലറി ഒന്നും കൊടുക്കില്ല. സാലറി കൂടുതലാണ്. സാലറി വളരെ കൂടുതലാണ് എന്ന് പറയുന്നത്. ഇതിന് അത് ഡൗട്ട് തന്നെ. അത് ചുമ്മാ കാശ് വാങ്ങിക്കാനുള്ള പ്ലാനാണ്. അയക്കാം. ഗ്രൂപ്പിലിട്ടേ. ശ്രദ്ധിക്കേ. ഓക്കെ. ഇപ്പം 36 പാർട്ടിസിപ്പൻസേ ഉള്ളൂ. ബാക്കി എവിടെ പോയാവോ? നോട്ട്സൺ സാറേ, ഒന്ന് ഫോട്ടോ എടുത്തേക്കണേ പാർട്ടിസിപ്പൻസിൻ്റെ. അതിനകത്ത് കിട്ടില്ലേ? സ്ക്രീൻഷോട്ട് എടുത്തിട്ടെ. ഇനിയും വരുന്നുണ്ട്. അല്ല, അതിന് അവസാനം എടുക്കാം. കാരണം കുറച്ച് പേര് ഇപ്പം വരുന്നുണ്ട് കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കേ. നമ്മളിപ്പോൾ ഒരു 2 ആഴ്ച വാല്യുവേഷൻ ക്യാമ്പും അതേപോലെ എക്സാമിനേഷനും ഒക്കെ ആയിട്ട് നമ്മൾ ഇത്തിരി തിരക്കിലായത് കാരണമാണ് ഓൺലൈൻ ക്ലാസ്സസ് ഒരു ചെറിയ ബ്രേക്ക് വന്നത്. വാല്യുവേഷൻ ക്യാമ്പൊക്കെ ഏതാണ്ട് സ്റ്റേബിൾ ആയത് കാരണം നമ്മൾ വീണ്ടും നാളെ തൊട്ട് കുറച്ചും കൂടെ ഒരു റെഗുലർ ബേസിസിൽ ക്ലാസ്സുകൾ ആരംഭിക്കുക. അപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന കാര്യം പാർട്ടിസിപ്പൻസ് പൊതുവെ കുറയുന്നു. അതെന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഒരു പക്ഷേ നമുക്ക് ഈ സെമസ്റ്റർ മുഴുവൻ ഈ ഒരു മോഡിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഒരു റെഗുലർ ക്ലാസ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഈ ഓൺലൈൻ സെഷൻസിനെ കൊണ്ടുപോകും. അപ്പോൾ അറ്റൻഡൻസ് എല്ലാം അതേപോലെ തന്നെ ഹാൻഡിൽ ചെയ്യും, അസൈൻമെൻറ്റുകളും കാര്യങ്ങളും. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി മുതൽ 2 ക്ലാസ്സുകളാണ് ഉണ്ടാകുന്നത്. ഒന്ന് നമ്മുടെ റെഗുലർ ക്ലാസ്സും അതുകൂടാതെ സിറ്ററിൻ്റെ ക്ലാസ്. അപ്പോൾ നമ്മുടെ റെഗുലർ ക്ലാസ്സിന് നമ്മളൊരു പുതിയ ടൈം ടേബിൾ ഇട്ടിട്ടുണ്ട്. ആ ടൈം ടേബിൾ പ്രകാരം എല്ലാ ദിവസങ്ങളിലും രാവിലെ 10:30 മുതൽ 11:30 വരെ ഒരു ദിവസം ഒരു സബ്ജക്റ്റ് എന്നുള്ള രീതിയിലായിരിക്കും ക്ലാസ്സുകൾ നടക്കുക. ഇപ്പം നാളെ 10:30-ക്ക് എൻ്റെ ക്ലാസ് തന്നെ ആയിരിക്കും, എംബഡഡിൻ്റെ. അതിൽ തുടങ്ങും. പിന്നെ ഒരു റെഗുലർ ടൈം ടേബിൾ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗ്രൂപ്പിൽ ഏതെങ്കിലും കാരണവശാൽ ഒരു ദിവസം ആ ഷെഡ്യൂൾ പ്രകാരം ഒരു സാറിന് അസൗകര്യമുണ്ടെങ്കിൽ ബൈ നാച്ചുറലി അടുത്ത സാറ് അത് ടേക്ക് ഓവർ ചെയ്യും. ആ പുള്ളിയുടെ സ്ലോട്ട് അടുത്ത ദിവസം അത് കോമ്പൻസേറ്റ് ചെയ്യുകയും ചെയ്യും. അത് കാരണം സമയമൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. എല്ലാ ദിവസവും രാവിലെ 10:30-ക്ക്. ഓക്കെ.
അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. നാളെ മുതൽ നമ്മൾ റെഗുലർ ബേസിസിൽ നിങ്ങളുടെ ഒരു മിനിറ്റ് മൈക്ക് ഓഫ് ചെയ്യണേ, അല്ലെങ്കിൽ ഇപ്പോൾ വരും. റെഗുലർ ബേസിൽ നിങ്ങൾ അറ്റൻഡൻസ് എടുക്കും. അത് കാരണം നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ സ്വന്തം പേരിൽ തന്നെ ലോഗിൻ ചെയ്യുക കേട്ടോ. ചില ആൾക്കാരൊക്കെ വേറെ പേരുകളിലൊക്കെ ലോഗിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു വലിയ മാറ്റവും കൂടെ നാളെ തൊട്ട ക്ലാസ്സുകളിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയാണ്. അത് ഇന്ന് നമ്മൾ മീറ്റിംഗ് വേറെ മോഡിലേക്ക് ആക്കാമെന്ന് കരുതിയെങ്കിലും നിങ്ങളെ ഒന്ന് തയ്യാറാക്കിയതിന് ശേഷം അതിലേക്ക് മാറാമെന്ന് കരുതുന്നു. നിങ്ങൾക്കറിയാം, സൂം പോലെ തന്നെ ജിയോ പുതിയ ഒരു പ്ലാറ്റ്ഫോം, ഫ്രീ പ്ലാറ്റ്ഫോം ഓഫർ ചെയ്തിട്ടുണ്ട്. നമ്മൾ വെബെക്സ് സിറ്ററിൽ നടക്കുന്ന വെബെക്സ് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം അതൊരു ലൈസൻസ്ഡ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ലൈസൻസ് ഇല്ലാത്ത പ്ലാറ്റ്ഫോമുകൾക്ക് നിങ്ങൾക്കറിയാം ഒരു 50 മിനിറ്റ് ടൈമിങ്ങേ നമുക്ക് കിട്ടുള്ളൂ. ഇത് സൂം ആണെങ്കിലും ശരി, വെബെക്സ് ആണെങ്കിലും ശരി. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്തുള്ളിൽ ക്ലാസ് തീർക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം നാളെ മുതൽ നമ്മൾ ജിയോ മീറ്റ് ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തന്നെ ജിയോ മീറ്റിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് റെഡി ആയിട്ടിരിക്കുക. ഇന്നിപ്പം മീറ്റിംഗ് നമ്മൾ അതിൽ നടത്താമെന്ന് കരുതിയെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ മീറ്റിംഗ് ഒരു പക്ഷേ ഒരു 50 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് കട്ടായി പോകും. തീർന്നിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു സെഷനും കൂടെ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളെ വീണ്ടും വിളിക്കുന്നതാണ്. പക്ഷേ റെഗുലർ ക്ലാസ് അതിനുള്ള ബുദ്ധിമുട്ട് കാരണം നാളെ മുതൽ ജിയോ മീറ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവർ പുതിയതായിട്ട് വന്ന ഒരു ആപ്പാണ്. സൂം പോലെയൊക്കെ തന്നെ ഉള്ള ഓപ്ഷനുള്ള ഒരു മീറ്റിംഗ്. കുറച്ചും കൂടെ കൺട്രോൾ നമുക്കുണ്ടാവും, ഫ്രീ വെയർ ആയത് കാരണം. പിന്നെ കൂടുതൽ നമ്മളിപ്പോൾ ഇന്ത്യൻ ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യണമെന്നുള്ള ഒരു ജനറൽ ഡിസ്കഷൻ നടക്കുന്ന കാരണം നമ്മൾ അതിലേക്ക് മാറാം. ഓക്കെ, അതിൻ്റെ പെർഫോമൻസ് നോക്കാം, എങ്ങനെയുണ്ട് അതിൻ്റെ ബാൻഡ് കൊടുത്ത കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ ഫൈനൽ തീരുമാനിക്കാം. അതായത് നാളത്തെ സെഷൻ നമ്മൾ ജിയോ മീറ്റിലായിരിക്കും ചെയ്യുക. ഒന്നുകൂടെ നോട്ട് ചെയ്ത് വയ്ക്കും, ജിയോ മീറ്റ്. ഓക്കെ, അപ്പോൾ ഇനി കാര്യത്തിലേക്ക് വരാം. നമ്മൾ ഇന്നത്തെ മീറ്റിംഗ് 2-3 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അറിയിക്കാൻ വേണ്ടിയാണ്. ഇന്ന് നമുക്ക് 42 പാർട്ടിസിപ്പൻസേ ഇതിനകത്ത് കാണുന്നുള്ളൂ. എന്തായാലും റെഗുലറായിട്ടുള്ള ആബ്സെൻറ്റീസിനെയൊക്കെ നമ്മളിപ്പോൾ പേഴ്സണലായിട്ട് ഇവിടുന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി മുതൽ നിങ്ങളുടെ ട്യൂട്ടർ ഇതുവരെ ആനി ടീച്ചർ ആയിരുന്നെങ്കിലും ഇന്നു മുതൽ ലോഡ്സൺ സാറായിരിക്കും നിങ്ങളുടെ ട്യൂട്ടർ. അപ്പോൾ ലോഡ്സൺ സാറ് വളരെ സ്ട്രിക്റ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അത് കാരണം തന്നെ ഓരോ ദിവസങ്ങളിലുള്ള അറ്റൻഡൻസ് മോണിറ്റർ ചെയ്യുകയും അതനുസരിച്ചുള്ള നടപടികൾ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, കാരണം നമുക്ക് ഈ കോഴ്സ് എന്തായാലും തീർത്തേ പറ്റുള്ളൂ. ഓൾറെഡി കോവിഡിൻ്റെ സമയത്ത് ക്ലാസ്സുകൾ നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു ചീത്തപ്പേര് ഈ നിങ്ങളെ കണക്കൊരു ബാച്ചിനുണ്ട്. അത് ഒഴിവാക്കുകയും വേണം. അതേപോലെ തന്നെ നമുക്ക് റെഗുലർ ബേസിസിൽ ക്ലാസ്സുകൾ തീർക്കുകയും വേണം. അപ്പോൾ അങ്ങനെയുള്ളൊരു എഫേർട്ടായിരിക്കും നാളെ തൊട്ട് വരിക. അപ്പോൾ എല്ലാ സബ്ജക്റ്റുകളും നാളെ തൊട്ട് ക്ലാസ്സുകളുണ്ടാവും. അതേപോലെ തന്നെ ആഫ്റ്റർനൂൺ സെഷനുകളിൽ നമ്മൾ ലബോറട്ടറികൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മളൊരു വീഡിയോ വഴി കാണിക്കാം. അപ്പോൾ ഇവിടെ വലിയൊരു ക്വസ്റ്റ്യൻ അവശേഷിക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ എത്ര പേരുടെ കയ്യിൽ ലാപ്ടോപ്പുകളുണ്ട്? അതൊരു വലിയ ചോദ്യമാണ്. എന്തായാലും ഈ മോഡിലേക്കാണ് സാധനം മുമ്പോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പുകൾ വേണ്ടി വരും. നമ്മളിനിപ്പോൾ തയ്യാറായാലേ പറ്റുള്ളൂ, അല്ല വേറെ ഓപ്ഷനൊന്നുമില്ല. ഇപ്പോൾ ലാപ്ടോപ്പുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ലാബുകളിൽ എക്സ്പെരിമെൻറ്റുകൾ ചെയ്യാനും ബാക്കി കാര്യങ്ങൾക്കും അതേപോലെ തന്നെ അസൈൻമെൻറ്റുകൾ എഴുതാനും ഒക്കെ നമുക്ക് ആവശ്യം വരുള്ളൂ. അപ്പോൾ ഈവൻ ചില ഫ്രീ EMI സർക്കാരൊക്കെ തന്നെ പല കേസുകളിലും ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് പേഴ്സണലായിട്ട് ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പോൾ എനിക്ക് ഗ്രൂപ്പിൽ മൊത്തം ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എത്ര പേർക്ക് ലാപ്ടോപ്പുകൾ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പുകൾ വീട്ടിലുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ആവശ്യമാണ്. അത് ഗ്രൂപ്പിൽ അത് നിങ്ങളൊന്ന് അറിയിക്കേണ്ടി വരും. ഇൻഡിവിജ്വലായിട്ട് എനിക്കുണ്ട് എന്ന് പറയുന്നതിനപ്പുറം ആരെങ്കിലും കളക്ട് ചെയ്ത് ആർക്കൊക്കെ ലാപ്ടോപ്പുകളുടെ കുറവ്, ഇപ്പം നിങ്ങളിതിനകത്തൊരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ പല കേസുകളിലും കുറയുന്നു. ഇപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം, ഇത്തവണത്തെ കാര്യങ്ങൾ ഇനി മുതലുള്ള കാര്യങ്ങളെല്ലാം ഒരു വലിയ ചലഞ്ചാണ്. ആ ചലഞ്ച് നിങ്ങളത് ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് പല കേസുകളിലും ഒരു സംശയമുണ്ട്. ആ സംശയം ബലപ്പെടുന്ന രീതിയിലാണ് നിങ്ങളുടെ ഓരോ ആക്ടിവിറ്റീസും. ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് മീറ്റിംഗ് വിളിക്കാൻ സ്പെസിഫിക് ആയിട്ട് ഒരു റീസണും കൂടെ ഉണ്ട്. നമ്മുടെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള 2ാമത്തെ കോഴ്സ് എത്ര പേര് കംപ്ലീറ്റ് ചെയ്തു എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് പേരെ കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ 1 2 3 4 5 6 പേരാണ് ഈ ക്ലാസ്സിൽ നിന്ന് ഈ കോഴ്സിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ കുറേയേറെ പേര് ഒന്നും ചെയ്തിട്ടില്ല.
ഇപ്പോൾ ആൽഫിൻ അവരെ നമ്മൾ പേഴ്സണലായിട്ട് വിളിക്കും. എന്തുകൊണ്ടത് ചെയ്തിട്ടില്ല എന്നുള്ളതിന് പേഴ്സണലായിട്ട് വിളിക്കും. നിങ്ങൾ എന്താണ് നിങ്ങളുടെ ബിഹേവിയർ ഇങ്ങനെ എന്നുള്ളത് ഞങ്ങളെ ഒന്ന് കൺവിൻസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുകയാണ്, ഞാനിനിയിപ്പോൾ ഈ കോഴ്സോട്ട് മുമ്പോട്ട് പോകാനൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്ന് ക്ലിയറായിട്ട് പറയുകയാണെങ്കിൽ പിന്നെ നിങ്ങളെ വിളിച്ച് ഞങ്ങളുടെ സമയം കളയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം അലി മിർസാൻ, ആൽഫിൻ ഡേവിസ് ഇവരൊന്നും ഒരു കോഴ്സും ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഗോകുൽ എം പി, ജോബി ജോർജ്, ജോൺ ഹൈഡൻ, അതേപോലെ മുഹമ്മദ് ഹിലാർ, മുഹമ്മദ് ഇർഷാദ്, മുഹമ്മദ് റിസ്വാനുള്ള, നിഖിൽ സി സദാനന്ദൻ, അതേപോലെ ശ്രീജിത്ത് ശിവദാസൻ, ലിനോ കെ ലാസർ. ഇവർ ഈ കോഴ്സ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആ ഗ്രൂപ്പിലൊന്ന് വ്യക്തത വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നിങ്ങളെ വിളിക്കാതിരിക്കാമായിരുന്നു. നിങ്ങളുടെ റോളിൽ നിന്ന് ഇപ്പോഴേ അങ്ങ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ സമയം വെറുതെ കളയേണ്ട കാര്യമില്ലല്ലോ. മാത്രമല്ല ഇനിയിപ്പോൾ ട്രാൻസ്ഫറൊക്കെ കൊടുക്കാനായിട്ട് ഒരു റിക്വസ്റ്റും വന്നിട്ടുണ്ട്. അതനുസരിച്ചിട്ട് ഇപ്പം ഒഴിവാക്കി കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് അവിടെ അഡ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമം നടത്തുകയും ചെയ്യാൻ പറ്റുമെങ്കിൽ അറിഞ്ഞു. ഓക്കെ. അപ്പോൾ അത് കാരണം ഒരുപക്ഷെ ഇവർ ഇത്രയും റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണോന്ന് അറിയില്ല. കാരണം ഈ ജൂലൈയിൽ ഈ കോഴ്സ് തീരുക, അത് കഴിഞ്ഞിട്ട് പിന്നെ ഫർദർ എന്തായാലും ഒരു 5000-6000 രൂപയൊന്നും ചിലവാക്കാതെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്നുള്ളത് ലോഡ്സൺ സാർ പേഴ്സണലായിട്ട് വിളിക്കുമ്പോഴത്തേക്ക് അതൊന്ന് ക്ലിയർ ചെയ്താൽ നന്നായിരിക്കും. അവരിതിനകത്ത് ഗ്രൂപ്പിലുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. ലോഡ്സൺ സാർ അതിനെക്കുറിച്ചൊന്ന് പറയാമോ, 2 വാക്ക്? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് അതൊന്ന് നോക്കാവോ? കുറച്ച് കുട്ടികളെ ഈ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടില്ല. വിളിച്ചു ചോദിക്കും അല്ലേ? ഓക്കെ, അത് നിങ്ങൾ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ ബാക്കിയുള്ള ആൾക്കാർ എന്താണ് ഒരു കോഴ്സിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്, രണ്ടാമത് തുടങ്ങിയിട്ട് പോലും ഇല്ലല്ലോ. റോസ്മിസേ, ഇവരൊന്നും തുടങ്ങിയിട്ടില്ല അല്ലേ? അപ്പോൾ അത് എങ്ങനെയാണ് നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? സിറാജ്, അബ്ദുൾ റഹ്മാൻ, വായിക്കുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. അജിൽ പോൾ ഒന്നിപ്പോൾ മീറ്റിങ്ങിനും വന്നിട്ടില്ല. അതേപോലെ വളരെ ചുരുക്കം ആൾക്കാർ 2 കോഴ്സ് ചെയ്തിട്ടുള്ളൂ. 7 പേരാണ് മൊത്തം 2 കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത 45 പേര്, ഒരു കോഴ്സും കംപ്ലീറ്റ് ചെയ്യാതെ 11 പേരുണ്ട്. ഇതെന്താ ഞങ്ങളൊരു ആൻസർ പറയേണ്ടതെന്നൊരു പിടിയും കിട്ടുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നേരത്തെ നിങ്ങളങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരുന്നു. അപ്പോൾ അത്ര കുറച്ച് ആൾക്കാരുടെ കാര്യം മാനേജ് ചെയ്താൽ മതിയല്ലോ. ഇതിപ്പോൾ നമ്മളെന്താ ഒരു സമയം പറയുന്നത്? ഒന്നൊന്ന് സംസാരിക്കുക 2 വാക്ക്. ഇതെങ്ങനെ നമ്മൾ മാനേജ് ചെയ്യാൻ പറ്റും? ഹലോ, ഓക്കെ. ഇതിൽ സാറ് പറഞ്ഞ പോലെ നമ്മൾ ഇതിൻ്റെ സ്റ്റാറ്റസ് എടുക്കുമ്പോൾ വളരെ കുറച്ച് പേരെ സെക്കൻഡ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ്. നമുക്ക് ഈ സ്റ്റാറ്റസ് എടുക്കണമെങ്കിൽ തന്നെ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ സ്റ്റുഡൻറ്റിൻ്റെയും ചെക്ക് ചെയ്ത് എടുക്കുക ചെയ്യുന്നത്. അപ്പം നമ്മളെടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ, നിങ്ങൾ എത്രത്തോളം കംപ്ലീറ്റ് ചെയ്തു. കാര്യം നമ്മൾക്ക് ഒരു 1-to-1 കോണ്ടാക്ട് ഡയറക്റ്റ്ലി പറ്റാത്തതുകൊണ്ടാണല്ലോ ഈ ഓൺലൈൻ മോഡിലേക്കൊക്കെ പോകുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു കോവിഡ് കാലത്ത് നമ്മളെല്ലാവരും പറയുന്നുണ്ട് ഈ ഒരു കോവിഡ് കാലമാണ്, ഇത് കഴിയുമ്പോൾ ഒരു ഭയങ്കര സ്കേഴ്സിറ്റി ആയിരിക്കും എംപ്ലോയ്മെൻറ്റിന് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മളുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുക, നമുക്ക് ഷോക്കേസ് ചെയ്യാനായിട്ട് നമ്മുടെ സ്കിൽസ് കാണിച്ചു കൊടുക്കാൻ ഒരാൾക്ക് കുറേ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റ്സ് ആണ് ഇതെല്ലാം. ഇത് എത്ര തവണയോ പറഞ്ഞു നമ്മൾ, ഓരോ കോഴ്സിനും 3000 4000 പേയ്മെൻറ്റ് ചെയ്യേണ്ടടുത്താണ് നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ഇത് അവൈൽ ആകുന്നത്. ഈ ഒരു ബെനിഫിറ്റ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് മാക്സിമം. അതേപോലെ IV എന്നുള്ളത് നമ്മളെല്ലാവരും പറയുന്നുണ്ട്, അതൊരു സബ്ജക്റ്റ് തന്നെയാണ്. ആ ഒരു സബ്ജക്റ്റിന് ഈ ഒരു ടൈമിൽ നമുക്ക് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് പോസിബിൾ അല്ല. അതുകൊണ്ടാണ് ഈ ഒരു മോഡൽ നമ്മളുടെ കരിക്കുലത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു സംഭവം തന്നെയാണിത്. എന്തായാലും കമ്പൽസറി ആയിട്ട് 2 കോഴ്സ് കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ സാർ പറഞ്ഞ പോലെ നിങ്ങളുടെ തന്നെ എക്സ്പെൻസ് മീറ്റ് ചെയ്ത് ഒരു 3000 4000 റുപ്പീസ് കൊടുത്ത് അടുത്ത കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അപ്പം എന്താണിത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ കോഴ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതിൽ ഓരോ കോഴ്സിനും എക്സ്പ്ലോർ ചെയ്ത് നോക്കാം എന്തൊക്കെ കോഴ്സ് ഉണ്ടെന്ന്. ഇപ്പോൾ പലരും നിങ്ങളിൽ തന്നെ പലർക്കും വെബ് ഡിസൈനിങ്
ഇഷ്ടമാണ്. അതേപോലെ ആൻഡ്രോയിഡ് ആപ്പ് ഡിസൈനിങ് ഇതെല്ലാം നമുക്കൊരു എംപ്ലോയബിലിറ്റിക്കുള്ള ഒരു സ്കോപ്പുള്ള കോഴ്സസ്. അപ്പം നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തേലും അതുകൊണ്ട് ഭാവിയിൽ യൂസ്ഫുൾ ആവുന്ന വിധത്തിൽ കോഴ്സ് സെലക്ട് ചെയ്യാൻ നോക്കുക. വെറുതെ നമ്മൾ നെയിം സേക്കിന് വേണ്ടി പൈത്തൺ ഫോർ എവരിബഡി, ഞാനത് പൈത്തൺ ആദ്യം പറഞ്ഞത് നിങ്ങൾക്കൊരു ബേസിക്സ് കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ് പൈത്തൺ പറഞ്ഞത്. അത് കഴിഞ്ഞത് നെക്സ്റ്റ് കോഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നും കൂടി ഒന്ന് അഡ്വാൻസ് ആയിട്ടുള്ള കോഴ്സും അതേപോലെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് വേണ്ടേ, നമ്മളിപ്പോൾ പഠിക്കുന്നതായാലും നമുക്ക് എപ്പോഴും നമ്മളുടെ അൾട്ടിമേറ്റ് എയിം എന്താ, നമുക്കൊരു ജോലി കിട്ടുക എന്നുള്ളത് തന്നെയാണ് അല്ലേ. അപ്പം അതും കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് സെക്കൻഡ് കോഴ്സ് എല്ലാവരും സ്റ്റാർട്ട് ചെയ്യാത്ത എത്രയോ പേരുണ്ട്. അത് എന്താ റീസൺ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ആരും തന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഞാൻ റെമഡി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ തന്നെ. അപ്പം നിങ്ങൾ എന്തുകൊണ്ട് ഇത് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുമില്ല? ഇനിയിപ്പോൾ എന്നത്തേക്ക് കംപ്ലീറ്റ്, ഇനിയിപ്പോൾ ആകെ നമുക്ക് 31st എന്നുള്ളത് 2 weeks ഉള്ളൂ. ഈ 2 weeksനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പേ ചെയ്താലേ ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. 4000 5000 രൂപയെന്ന് പറഞ്ഞാൽ ഈ ഒരു സമയത്ത് നമുക്ക് അഫോർഡ് ചെയ്യുന്നതിന് കൂടുതലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നിങ്ങളുടെ എല്ലാവരുടെയും ഫിനാൻഷ്യൽ ബേർഡൻ എല്ലാം. അപ്പം നിങ്ങൾക്ക് ഒട്ടും ബേർഡൻ ഇല്ലാത്തൊരു കാര്യമാണ് നമ്മൾ ഫിനാൻഷ്യൽ ബേർഡൻ ഇല്ലാത്തൊരു കാര്യം നമ്മൾ പറഞ്ഞു തന്നെ അല്ലേ. അപ്പോൾ എന്താണെന്നുള്ള പ്രശ്നം എന്നുള്ളത് നിങ്ങൾ തന്നെ കോണ്ടാക്ട് ചെയ്ത് പറയുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ എന്താണ് നിങ്ങളുടെ ഇഷ്യൂ. ഇപ്പോൾ ചില കേസസ് വരുമ്പോഴത്തേക്കും ഞാൻ പറയാറുണ്ട്, ആഡ്രിനോ പോലെയുള്ള ചില കോഴ്സസ് നല്ലതാണ്, പക്ഷെ നമുക്ക് ലാപ്ടോപ്പ് ഇല്ലെങ്കിൽ അത് ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അല്ല, നിങ്ങൾക്ക് എന്താണ് ഇഷ്യൂ എന്നുള്ളത് നിങ്ങൾ പറയാൻ നമ്മൾ എങ്ങനെ ഇത് ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ അതനുസരിച്ച് നിങ്ങളുടെ റിസൾട്ടിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. അല്ല, നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഇതിലൊന്നും ഒരു ഡൈല്യൂഷൻ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. കാര്യം നമ്മളെല്ലാം ഇങ്ങനെ കോവിഡിന്റെ കേസിൽ ഡൈല്യൂട്ട് ചെയ്ത് തരുന്ന കൊണ്ടാണോ ഇങ്ങനെ വരുന്നതെന്നുള്ളതാണ് ഇപ്പൊ ഞങ്ങളുടെ ഒരു ഡൗട്ട് വരണേ. അപ്പൊ നിങ്ങളുടെ പ്രോബ്ലംസ് നിങ്ങൾ ഓപ്പൺ അപ്പ് ചെയ്ത് പറയുക. അപ്പൊ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് റെമഡി ഉണ്ടാക്കാം. അല്ല, പ്രോബ്ലം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഇതിന് പ്രോബ്ലം? നിങ്ങൾ ചെയ്യാത്തത്, നിങ്ങൾ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുവാണോ? സാർ ചോദിച്ച പോലെ നമുക്ക് എന്തെങ്കിലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ. നമ്മുടെ ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റിന്റെ പാർട്ട് തന്നെയാണിതും. ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ പറയുക, ചാറ്റിലിടാ. എന്താണ് നിങ്ങളുടെ കൺസേൺസ് എന്നുള്ളത് നിങ്ങൾ പറയാതെ നമുക്കൊന്നും മുന്നോട്ട് പോകത്തില്ല. ചാറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇപ്പം ആർക്കെങ്കിലും ഓപ്പൺ ആയിട്ട് പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ, ഓപ്പൺ ആയിട്ട് പറഞ്ഞോ വേഗം. നമുക്ക് ടൈം കുറച്ചേ ഉള്ളൂ, എന്നാലും വേഗം പറഞ്ഞോളൂ. ഞാൻ ഇനി ഓരോരുത്തരെ വിളിക്കണോ നോക്കിയിട്ട്? ഇപ്പം എന്തായാലും 0 കോഴ്സ് നമ്മൾ ഡയറക്റ്റ് വിളിക്കുവാണ്, ഒരു കോഴ്സും കംപ്ലീറ്റ് ചെയ്യാത്ത ആൾക്കാരെ. ഗോകുൽ MP ഉണ്ടോ ഈ കൂട്ടത്തിൽ? ഗോകുൽ MP ഉണ്ടോ ഇന്ന്? ഗോകുൽ. ഹലോ ഹലോ ആ, ഗോകുലിന്റെ കേസിൽ എന്ത് കംപ്ലീറ്റ് ആയില്ലേ? 96% പറയുന്നുണ്ട്, പക്ഷെ കോഴ്സ് കംപ്ലീഷൻ ഞാൻ പറയുന്നില്ല. കംപ്ലീറ്റ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്തായിരുന്നു സേ. കേക്കണ്ടോ? കേൾക്കുന്നുണ്ട്. എന്നിട്ട് സർട്ടിഫിക്കറ്റ് ആ കിട്ടിയില്ലേ? ഞാൻ സബ്മിറ്റ് ചെയ്തായിരുന്നു. സർട്ടിഫിക്കറ്റ് കിട്ടിയോ നിനക്ക്? കിട്ടിയായിരുന്നു. ഓക്കെ, എന്നാ അതേപോലെ ഹേഡൻ ഇല്ല എന്ന് തോന്നണം. ഗോകുൽ പോയോ? ഗോകുൽ അടുത്ത കോഴ്സ് എന്നിട്ട് കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ. അതിലല്ല, അത് തുടങ്ങണം. അത് തുടങ്ങണം. എന്താന്ന് അതന്നെ ഒന്നും തുടങ്ങിയില്ല. മറ്റേ എന്താണ് പ്രോഗ്രാം പൈത്തൺ കിടന്നതാണ്. അത് ചെയ്യണ്ട കേട്ടോ. അത് ഓൾറെഡി നിങ്ങൾ ഒരു ബേസിക് കോഴ്സ് ചെയ്തില്ലേ. അടുത്തത് എന്താ ഇനി തുടങ്ങിയിട്ട് എപ്പോ ചെയ്യാനാ? വേഗം ചെയ്യും നിങ്ങളത്. മറ്റേ ഞാൻ ചെയ്തായിരുന്നു, സബ്മിറ്റ് ചെയ്തായിരുന്നു ഞാൻ. ഓക്കെ, എന്നാ എനിക്ക് ആ സർട്ടിഫിക്കറ്റ് ഒന്ന് അയച്ചു തന്നെ. ഇതിൽ ഞാനൊന്ന് നോക്കുമ്പോൾ 98%. അതേപോലെ ലിനോ ഉണ്ടോ? ലിനോ ഉള്ളതാണ്? ഇല്ല, ലിനോ ഇല്ല. വാട്സപ്പിൽ അയച്ചാൽ പോരെ സേ? മതി. അല്ല, എനിക്കൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് മാത്രം. അജിലില്ല അല്ലേ? അജിൽ ആ അമൽ CS ഇവരൊന്നും ഇല്ലാത്ത ആൾക്കാരാ. ഇവരൊന്നും രണ്ടാമത് തുടങ്ങാത്ത ആൾക്കാരാ. ഏഞ്ചൽ ഉണ്ടോ ഇതില്? ഏഞ്ചൽ ഉണ്ടാവും, എല്ലാ മീറ്റിങ്ങിലും ഉണ്ടാവും. വിളിച്ച ആളെ കിട്ടത്തില്ല. ഏഞ്ചൽ ഏഞ്ചലാണ് ഒന്ന്. ഏഞ്ചൽ എന്ത് ചെയ്ത? ഒരെണ്ണം ചെയ്തു. അത് നമ്മൾ
നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളല്ലോ 0% കിടക്കുക 2 വളരെ 0% ജനറിക് ആയിട്ട് വളരെ ജനറിക് ആയിട്ടുള്ള ഏജിൽ പോയേക്കണേ. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഒരു ഈസി ഗോയിങ് ഒരെണ്ണം ചെയ്തു വെച്ചിട്ട് ഏഞ്ചലിനെ പിന്നെ കാണാനും ഇല്ല, ഒന്നുമില്ല. എല്ലാ മീറ്റിംഗിലും ലോഗിൻ ചെയ്യും, പക്ഷെ വിളിച്ചാൽ കിട്ടത്തില്ലല്ലോ. ഇത് എന്ത് ചെയ്യാനായിട്ട് ഏഞ്ചലെ? അല്ല, ഞാനത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മോഡ്യൂൾ കഴിഞ്ഞായിരുന്നു. ആ എന്ന് ഏതാ ചെയ്തേ? ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തേതാ? എംബഡഡ് സിസ്റ്റത്തിന്റെ അടുത്താണ്. 0% ഓൺ ജൂൺ 21. അത് കഴിഞ്ഞ് ലോഗിൻ ചെയ്തിട്ടുള്ളതായിട്ട് കാണിക്കുന്നില്ല. ഇല്ല, ഞാൻ ലോഗിൻ ചെയ്തായിരുന്നു. എന്ന് ഇന്നലെയോ? ഫസ്റ്റ് ഞാൻ വീക്ക് എനക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച തേർഡിനാണ് ഞാൻ ഇതിന്റെ സ്റ്റാറ്റസ് എടുത്തത്. അന്ന് എടുത്തപ്പോ ഇങ്ങനെ കിടക്കുക 0% ആയിട്ട്. തേർഡിനല്ലായിരുന്നു, അതിനുശേഷം. അതാ പറഞ്ഞേ. ഇപ്പൊ നിങ്ങളിങ്ങനെ പറഞ്ഞാട്ടെ എന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എന്താണ് ഏഞ്ചൽ അങ്ങ് പേ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തോളൂ. ഇല്ല, എന്തായാലും കംപ്ലീറ്റ് ചെയ്യും. എൽവിസ് ഒക്കെ പിന്നെ 32%. ഫെൻസ് എവിടെ? ഫെൻസിനെ കണ്ടോ? ഫെൻസ്, ഗിൽസ് ഇവരൊക്കെ ഒരെണ്ണം. ഗിൽസ് ഉണ്ടല്ലോ. ഗിൽസ് ഇതിപ്പോ ഞാനിങ്ങനെ പേര് വിളിക്കുവാണെങ്കിൽ 63 ആകെ 7 പേരെ വിട്ടിട്ട് ഞാൻ എല്ലാവരുടെയും പേര് വിളിക്കേണ്ടി വരും. എനിക്ക് ഇത്രയും ടൈം നമ്മൾ ഓരോരുത്തരോട് സംസാരിക്കാനുള്ള വെബെക്സ് മീറ്റിംഗ് ടൈമും ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ കൺസേൺ എന്നുള്ളത് എന്നെ വിളിച്ച് പറയുക. ഇനി ഒരു നിവർത്തിയില്ല, എന്താ പ്രശ്നം എന്നുള്ളത് ഞാനിപ്പോ ഒരു നിവർത്തിയില്ലാത്ത ആൾക്കാരെയൊക്കെ ഞാൻ കോണ്ടാക്ട് ചെയ്തോളാം, ഒന്നും ചെയ്യാത്ത ആൾക്കാരെയൊക്കെ. അല്ലാത്ത ആൾക്കാരെ എന്തായാലും ചെയ്ത് കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ. ഐസറെ നമുക്കൊരു ഡെഡ് ലൈൻ എന്തെങ്കിലും പറഞ്ഞില്ലേലും ഒരു നിവർത്തി ഉണ്ടാവില്ല. ഒരു ഡെഡ് ലൈൻ പറയാതെ. ആഴ്ച ഒന്നും തള്ളാനില്ല. ഇനിയിപ്പോ ആകെ ഈ ഒരു ഫ്രൈഡേ. നിങ്ങൾ നെക്സ്റ്റ് ഓക്കെ, ഈ തേഴ്സ്ഡേ നമ്മളൊരു മീറ്റിംഗ് വെക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു സ്റ്റാറ്റസ് നമ്മളൊന്നും കൂടെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ഒരു സെക്കൻഡ് കോഴ്സ് തുടങ്ങിയ ഒരു 50% എങ്കിലും ആക്കിയാലേ നെക്സ്റ്റ് വീക്ക് കൊണ്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും സെക്കൻഡ് കോഴ്സ് ഓൾ ഓഫ് എ സഡൻ സ്റ്റാർട്ട് ചെയ്യുക. ഇച്ചിരി ടൈം അതിന് സ്പെൻഡ് ചെയ്ത് അതിനൊരു 50% ആക്കുക ഈ ആഴ്ച തന്നെ. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാശ് മുടക്കണ്ടേ പിള്ളേരെ? നമുക്കിടെ കാശും ഇല്ല എന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുത ഈ ഒരു കാലഘട്ടത്തെ. നമ്മളിപ്പോൾ കുറച്ച് എഫേർട്ട് ഇട്ട് ഒരു 50% ആക്കിയിട്ട് നമുക്ക് ഈ തേഴ്സ്ഡേ നമുക്ക് ഇതിന്റെ സ്റ്റാറ്റസ് ഒന്നും കൂടി നോക്കാം. ഓക്കെ, ആരെങ്കിലും എന്തെങ്കിലും ഒരു റിപ്ലൈയോ? അല്ലാതെ ഞാനെങ്ങനെ വൈൻഡപ്പ് ചെയ്യണേ? എനിക്ക് ഓക്കെ ആണോ അല്ലാതെ? ആരും റെസ്പോണ്ട് ചെയ്യാത്ത എന്തായി? മൈക്ക് ഓഫ് ചെയ്യാൻ സാർ പറഞ്ഞത് മീറ്റിംഗ് ടൈമിൽ ഓഫ് ചെയ്യാനായിട്ടത്. ആരാണ്? അഭിറാമായിരുന്നോ? ഓക്കെ, ശരി. എന്നാ അതിപ്പോ എല്ലാവരുടെയും ഒരു റെസ്പോൺസ് ആയിട്ട് കരുതുവാണ്. അപ്പോൾ തേഴ്സ്ഡേ നമുക്ക് കമ്പൽസറി ആയിട്ട് നിങ്ങൾക്ക് മാക്സിമം ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യുക. ഞാനൊരു മിനിമം ആണ് 50% എന്ന് പറഞ്ഞത് കേട്ടോ. അത് 50% മിസ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത്രയും വെച്ച് നിർത്തരുത്. മാക്സിമം കംപ്ലീറ്റ് ചെയ്യാവുന്ന ചെയ്യുക. മിനിമം ഒരു 50% നെക്സ്റ്റ് കോഴ്സിന്റെ കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ. ഓക്കെ, ശരി. എന്നാ ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇനിയിപ്പം സമയം തരിക എന്നുള്ള ഒരു ഇഷ്യൂ ഇവിടെ ഉദിക്കുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം 31-ാം തീയതി ഇത് തീരുക. അതിന് മുമ്പ് തീർത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഓപ്ഷൻ നമുക്കില്ല, നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ നിങ്ങൾ ഇൻഡസ്ട്രിയിൽ പോയി ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഇൻഡസ്ട്രിയിലൊക്കെ പോയി ട്രെയിനിങ്ങിന് അതാണ്ട് ഒരു 10,000 രൂപയൊന്നും ഇല്ലാതൊന്നും ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾക്ക് കിട്ടില്ല. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ വീണ്ടും ഒരാവർത്തി കൂടെ പറയാണ്. നാളെ 10:30 ലോഗിൻ ചെയ്യുക. അറ്റൻഡൻസ് എടുക്കും. ഇന്നത്തെ അറ്റൻഡൻസ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഇന്ന് കുറേ ഏറെ ആൾക്കാർ ആബ്സെൻ്റ് ആയിട്ടുണ്ട്. മൊത്തം 38 ലോഗിനെ ഇതിനകത്തുള്ളൂ. അപ്പോൾ നാളെ 10:30 എംബഡഡ് സിസ്റ്റത്തിൻ്റെ ക്ലാസ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞ് ലബോറട്ടറി. അപ്പോൾ ലാപ്ടോപ്പ് വാങ്ങുന്ന കാര്യം നിങ്ങൾ ചിന്തിച്ചേ പറ്റുള്ളൂ. കാരണം ഇനിയിപ്പം ഈ സിസ്റ്റമൊക്കെ ഒന്ന് നോർമലായിട്ട് വരണമെന്നുണ്ടെങ്കിൽ 2-3 മാസം എടുക്കുകയും ചെയ്യും. അതുവരെ പിന്നെ മാത്രമല്ല, ഇനിയത്തെ പരീക്ഷയുടെ കൂട്ടത്തിൽ നിങ്ങൾ 2 സെറ്റ് പരീക്ഷ എഴുതേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ബർഡൻ കൂട്ടുന്നതാണ്. അപ്പോൾ അത് കാരണം ഇപ്പോഴേ അതനുസരിച്ച് ആക്ട് ചെയ്താലേ കാര്യമുള്ളൂ. അടുത്തത് സെമിനാറാണ്.
ഓക്കെ, സെമിനാർ എനിക്ക് തോന്നുന്നു നമ്മൾ അടുത്ത ആഴ്ച തുടങ്ങുകയാണ് സെമിനാർ. വെബെക്സ് അല്ല, സോറി, നമ്മുടെ ഈ ജിയോ മീറ്റും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ജിയോ മീറ്റിൽ തന്നെ നമ്മൾ സെമിനാർ നടത്തും. അപ്പോൾ അടുത്ത ആഴ്ച നമ്മളൊരു 2 പേരെയാണ് സെമിനാർ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഒരു ട്രയൽ എന്നുള്ള രീതിയിൽ. ആദ്യം എടുക്കുന്നവർക്ക് കിട്ടുന്ന മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് അതിനകത്തുനിന്ന് സ്കോർ ചെയ്യാം. സെമിനാർ വെറുതെ എടുക്കാൻ പറ്റില്ല. അടുത്ത ആഴ്ച എന്ന് പറയുമ്പോഴത്തേക്ക് അതിനു മുമ്പ് നിങ്ങളുടെ സെമിനാർ ഗൈഡുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് ആ പേപ്പറുകൾ ഒരു ക്ലാരിഫിക്കേഷൻ നടത്തി അതിനെക്കുറിച്ചും കൂടെ ഒക്കെ ഒന്ന് പ്രോപ്പറായിട്ട് ഷെഡ്യൂൾ ചെയ്തൊരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കേണ്ടതുണ്ട്. പ്രസൻറ്റേഷൻ ഉണ്ടാക്കി സ്ക്രീൻ ഷെയറിലിട്ടിട്ട് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് വയ്ക്കാം. അതിന് കുറച്ച് സമയം വേണം ടോപ്പിക്കുകളൊക്കെ ഒന്ന് ഫൈനലൈസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ 2 പേര് പേഴ്സണലായിട്ട് നിങ്ങളെ വിളിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ആരാണ് ബില്ലിംഗ് ആയിട്ടുള്ളത്. കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൺലൈൻ മോഡിൽ തന്നെ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കാം. അതല്ലെങ്കിൽ പിന്നെ ക്ലാസ് തുറന്നു വന്നിട്ട് നിങ്ങൾ ക്ലാസ് റെഗുലറായിട്ട് നമ്മളെല്ലാം മുമ്പിൽ നിന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ കുറച്ചും കൂടെയൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഓൺലൈനിലാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പം പരിപാടികളൊക്കെ അവസാനിപ്പിക്കാം. അപ്പോൾ ഗൈഡുമായിട്ട് സംസാരിച്ച് അപ്രൂവ്ഡ് ആയിട്ടുള്ള ടോപ്പിക്ക് നിങ്ങൾക്ക് ഈ ആഴ്ച തന്നെ, അടുത്ത ആഴ്ച തന്നെ നിങ്ങൾക്ക് ഫൈനലായിട്ട് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ പ്രോജക്റ്റാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബാക്കി കിടക്കുന്നത്. അപ്പോൾ പ്രോജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് എംബഡഡ് സിസ്റ്റം ഒക്കെ കുറച്ച് മുമ്പോട്ട് പോകേണ്ടതുണ്ട്. അത് കാരണമാണ് പ്രോജക്റ്റിനെ നമ്മളിപ്പോൾ ഒരു ചെറിയ ഡിലേ ചെയ്യുന്നത്. എംബഡഡ് സിസ്റ്റം സബ്ജക്റ്റൊക്കെ മുമ്പോട്ട് പോകുമ്പോൾ ഇതൊക്കെ പ്രോജക്റ്റിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന തരം സബ്ജക്റ്റുകളാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ നിങ്ങൾ പോയതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് പുതിയ പുതിയ ഫെസിലിറ്റികൾ ഇപ്പോൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ഫെസിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഫാബ്രിക്കേഷൻ ലാബ് സെറ്റപ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ പ്രോജക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇനിയിപ്പം ഈ പ്രോജക്റ്റ്, സെമിനാർ, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്, ഇതിനൊരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അടുത്ത വർഷങ്ങളിൽ പ്ലേസ്മെൻറ്റ്, ഇത് പല ആവർത്തി പറയേണ്ടി വരുന്നു, പിന്നെയും പറയേണ്ടി വരികയാണ്. അടുത്ത വർഷങ്ങളിലൊക്കെ പ്ലേസ്മെൻറ്റ് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നാച്ചുറലി ഒരാളെ മറ്റാളിൽ നിന്ന് വ്യത്യസ്തമാക്കി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളെ അത് റിക്രൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങളെ ഓരോരുത്തരെയും നമ്മൾ പേഴ്സണലായിട്ട് ഫോളോ അപ്പ് ചെയ്ത് നിങ്ങളെ തയ്യാറാക്കുക എന്നുള്ള ഒരു വലിയ ടാസ്ക് നമ്മുടെ മുമ്പിലുണ്ട്. നിങ്ങളിപ്പോൾ പഠിപ്പിൻ്റെ ലെവലിൽ നിന്നൊക്കെ കുറച്ച് മാറി സഞ്ചരിക്കുന്ന പോലെയൊക്കെയാണ് തോന്നുന്നത്. ഓക്കെ, അപ്പം നാളെ തൊട്ടൊക്കെ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ അതൊക്കെ നിർത്തിയിട്ട് ക്ലാസ്സുകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ പ്രോജക്റ്റിൻ്റെ കേസിൽ നമ്മൾ 2 മോഡിലാണ് പ്രോജക്റ്റ്. സെമിനാറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചേ. ഓരോരോ ടോപ്പിക്ക് അവസാനിപ്പിച്ചിട്ട് പോകാം. ഇതിനകത്ത് ആരെങ്കിലും അടുത്ത ആഴ്ചത്തേക്ക് റെഡി ആയിട്ടുള്ള ആരെങ്കിലും ഒരാൾ 2 പേര് റെസ്പോണ്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് തന്നെയുള്ള അവസരം കൊടുക്കുക. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. അപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിൻ്റെ കാര്യം ഓൾറെഡി സംസാരിച്ചു. അത് ഈ വ്യാഴാഴ്ച നമ്മൾ അടുത്ത മീറ്റിംഗ് ഞാൻ റെഗുലർ ക്ലാസ്സിന് ശേഷമായിരിക്കും മീറ്റിംഗ് കേട്ടോ. 10:30 തൊട്ട് 11:30 വരെയുള്ള റെഗുലർ ക്ലാസ്സിനിടയിൽ മീറ്റിംഗ് ഉണ്ടാകില്ല. അതിന് ശേഷമുള്ള സമയങ്ങളിൽ പ്രിഫറബിളി ആഫ്റ്റർനൂൺ ആയിരിക്കും നമ്മൾ മീറ്റിംഗ് നടത്തുക. അപ്പോൾ ഇത് നടത്താൻ ആരെങ്കിലും, സെമിനാർ എടുക്കാൻ ആരെങ്കിലും വില്ലിംഗ് ആയിട്ട് മുമ്പോട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ ചോദിക്കാം. സെമിനാർ ഞാൻ എല്ലാ സെമിനാർ ഗൈഡുകളും നിങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതായിരിക്കും ഗ്രൂപ്പിൽ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഗ്രൂപ്പിൽ തന്നെ, അതാത് ഗ്രൂപ്പുകളിൽ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ആരെങ്കിലും മുമ്പോട്ട് വരുന്നുണ്ടോ അടുത്ത ആഴ്ചത്തെ സെമിനാർ എടുക്കാനായിട്ട്? ഉണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തോ. ആരും ചെയ്യുന്നില്ല. എന്ത് പറഞ്ഞാലും ആരും ഒന്നും മിണ്ടില്ല, അതാണൊരു കുഴപ്പം. ഓക്കെ, ഇനിയിപ്പോൾ പ്രോജക്റ്റിലേക്ക് പോകാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഞങ്ങൾക്ക് നിങ്ങളെ പേഴ്സണലായിട്ട് കാണാൻ പറ്റത്തില്ല. അതാണ് നമ്മളുടെ ഒരു വലിയ പ്രശ്നം മുമ്പിൽ കിടക്കുന്നത്. പേഴ്സണലായിട്ട് നിങ്ങളെ കാണാനും നിങ്ങളെ അഡ്വൈസ് ചെയ്യാനും നിങ്ങളെ ഫേസ് ടു ഫേസ് സംസാരിക്കാനും ഒരു അവസരമില്ല. ഈ അവസരം ഉണ്ടായിട്ട് തന്നെ നമ്മൾ വളരെ ബുദ്ധിമുട്ടിയാണ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ 2 പേരും 2 സ്ഥലത്തിരുന്ന് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഒരു വലിയ ഗ്യാപ്പ് അവിടെ ഉണ്ടാവുകയാണ്. അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെഗുലറായിട്ട് ഞങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ പ്രോജക്റ്റ് നേരത്തെ പറഞ്ഞ 2 ടോപ്പിക്ക് ഇതിനോടൊപ്പം തന്നെ അതല്ലെങ്കിൽ അതിന് മുകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് പ്രോജക്റ്റ് വർക്ക്. പ്രോജക്റ്റ് വർക്കിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ അക്കാഡമിക്കലി കുറച്ച് ബാക്കിലോട്ടാണെങ്കിൽ പോലും
നിങ്ങൾ ഈ പ്രോജക്റ്റ് വർക്കുകൾ കറക്റ്റായിട്ട് ചെയ്യുകയും നിങ്ങൾ ആ സബ്ജക്റ്റിലേക്ക് ഒരു ഇൻട്രസ്റ്റ് കൊണ്ടുവരികയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പഠിപ്പ് തന്നെ ഇമ്പ്രൂവ് ആവും. അതിൻ്റെ ഒരു വശം. രണ്ടാമത്തെ വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊരു ഇൻ്റർവ്യൂവിന് ചെന്നാലും ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താണ് നിങ്ങളുടെ പ്രോജക്റ്റ് എന്നുള്ളതാണ്. ആ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ മറുപടി കേൾക്കുമ്പോഴത്തേക്ക് തന്നെ ഒരു എക്സാക്റ്റ് ഇവാലുവേഷൻ ആളെക്കുറിച്ച് നടത്താൻ പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ അടുത്ത് ചോദിക്കുകയാണ് വാട്ട് ഈസ് യുവർ പ്രോജക്റ്റ് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവനിത് എവിടെയോ ഈ പ്രോജക്റ്റ് നമ്മുടെ സബ്ജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാര്യം എന്താ? കാര്യം എന്താ വെച്ചാൽ നിങ്ങളൊരു 3 വർഷം നിങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം തിരിച്ചു പോകുമ്പോഴത്തേക്ക് ഈ പഠിച്ച സാധനങ്ങളെല്ലാം അപ്ലൈ ചെയ്തിട്ട് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ചെയ്യുക. അതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോഴത്തേക്ക് അത് നിങ്ങളുടെ ഈ കോഴ്സിൻ്റെ ഒരു കംപ്ലീഷനാണ്, ഒരു ഫൈനൽ ടെസ്റ്റ്. കാരണം പല സബ്ജക്റ്റുകളും ഒന്നൊന്നുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കാത്ത സബ്ജക്റ്റുകളാണ് നമുക്കുള്ളത്. ഇപ്പോൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സും അനലോഗ് കമ്മ്യൂണിക്കേഷനും തമ്മിൽ കാര്യമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല. ചില ആൾക്കാർക്ക് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ബുദ്ധിമുട്ടായിരിക്കും, ചില ആൾക്കാർക്ക് തിരിച്ചായിരിക്കും വരിക. അപ്പോൾ ഇതിൽ പല സബ്ജക്റ്റുകളും അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു എന്നുള്ളത് വിലയിരുത്തുന്ന ഒരു അവസരമാണ് പ്രോജക്റ്റ് വർക്ക്. സ്വാഭാവികമായിട്ടും ഒരു ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോഴത്തേക്ക് പ്രോജക്റ്റ് വർക്കിനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതിനകത്തു നിന്നൊരു എക്സാക്റ്റ് ഇവാലുവേഷൻ പോസിബിളാണ്. ഇവൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്രോജക്റ്റ് വർക്കിനെ കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ അതിനകത്തുനിന്ന് ചോദ്യങ്ങൾ ഇങ്ങനെ ഇവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്തൊരു പ്രോജക്റ്റ് വർക്കാണ് നിങ്ങൾ ചെയ്യുന്നത്? ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ ഒരു റോബോട്ട് ഉണ്ടാക്കി. ഇപ്പോൾ കോവിഡിൻ്റെ സമയം ഒന്ന് കരുതുക കേട്ടോ, എക്സാമ്പിൾ പറയുന്നതേ ഉള്ളൂ. കോവിഡിൻ്റെ സമയത്ത് എന്തെങ്കിലും ഒരു ഫുഡ് ഡെലിവറി റോബോട്ട് ഉണ്ടാക്കി, അതാണ് നിങ്ങളുടെ പ്രോജക്റ്റ് എന്ന് കരുതുക. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് യുവർ പ്രോജക്റ്റ്. അപ്പോൾ നിങ്ങൾ പറയും ഞാൻ ഫുഡ് ഡെലിവറി റോബോട്ടാണ് ഉണ്ടാക്കിയത്. ഉടനെ തന്നെ അടുത്ത ചോദ്യം വരുന്നത് എന്ത് പ്രോസസ്സറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് സ്വന്തമായിട്ട് ചെയ്യാത്ത ഒരാളാണെങ്കിലോ അപ്പം തന്നെ ഈ എന്നൊക്കെ പറയും അല്ലേ, അവനതിനെക്കുറിച്ച് അറിയില്ല. ആ ഒരു ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ആൻസർ കിട്ടി. എന്ത് കിട്ടി? ഇവന് ഈ കോളേജിൽ 3 വർഷം ചുമ്മാ നടന്നതാ, ഇവനീ പഠിച്ച കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല, ഇവനെ നമുക്ക് എടുക്കണ്ട, അത്രയേ ഉള്ളൂ. ആ ഒരു ഇവാലുവേഷനാണ് ഇവിടെ നടക്കുക. മാത്രമല്ല ഇനിയിപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് കൂടുതൽ ചോദ്യം ചോദിക്കുക. അപ്പം റോബോട്ട് ഞാൻ 80 AVR മൈക്രോ കൺട്രോളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നീ എന്ത് മോട്ടറാണ് യൂസ് ചെയ്തത്? ഞാൻ DC മോട്ടറാണ് യൂസ് ചെയ്തത്. അപ്പോൾ അടുത്ത ചോദ്യം, ഈ DC മോട്ടർ നിങ്ങൾ എങ്ങനെ കൺട്രോൾ ചെയ്തേ? അത് ഞാൻ H ബ്രിഡ്ജ് യൂസ് ചെയ്തു. അപ്പോൾ മുമ്പോട്ട് എങ്ങനെയാണ് കറക്കുന്നത്? അത് H ബ്രിഡ്ജിൽ ഇന്ന കോമ്പിനേഷൻ 0-1 ഒരു ഇൻപുട്ടിൽ കൊടുത്താൽ മുമ്പോട്ട് കറങ്ങും, 1-0 ഒരു കൊടുത്താൽ പുറകോട്ട് കറങ്ങും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസറിൽ നിന്ന് തന്നെ ഒരു വ്യക്തത 2-3 കാര്യങ്ങളിലാണ് ഉണ്ടായിരിക്കുന്നത്. ഒന്ന്, നീ എന്തുമാത്രം സിൻസിയാരിറ്റി ഈ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിൽ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തുമാത്രം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുള്ളൊരു മെഷർമെൻ്റ് എന്താ? നിന്നെ ഞാൻ റിക്രൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നീ ഏതാണ്ട് ഒരു സിമിലർ എഫേർട്ട് എൻ്റെ സ്ഥാപനത്തിൽ ഇടും. അതൊരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റാണ്. അല്ലെങ്കിൽ എന്ത് പറ്റും? ഇവിടെ പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബാച്ചിൽ 3 പേരാണെന്നുണ്ടെങ്കിൽ ബാക്കി 2 പേര് ചെയ്യും, ഞാനിങ്ങനെ മാറി നിൽക്കാം എന്ന് കരുതുന്ന ഒരാൾ ഒരു കമ്പനിയിൽ ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കും? അത് തന്നെ ചെയ്യും. അവർ മീറ്റിംഗ് 5 മിനിറ്റേ ഉള്ളൂ, ഞാൻ അടുത്തൊരു സെഷൻ തുറക്കും. ഒരു മിനിറ്റേ ലോഷൻ സാറേ, ഒരു സെഷൻ നിങ്ങൾ തുറന്നിട്ട് ഗ്രൂപ്പിലിടാം, അപ്പോൾ പിന്നെ അതിൽ കണ്ടിന്യൂ ചെയ്യാമല്ലോ. ഇതൊരു 5 മിനിറ്റേ ഉള്ളൂ കേട്ടോ, അപ്പോൾ നിങ്ങൾ രണ്ടാമത് ലോഗിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു പെർഫെക്റ്റ് ഇവാലുവേഷൻ അവിടെ നടന്നു കഴിഞ്ഞു. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ച് അതാ വേണ്ടത്. ഞാൻ കമ്പനിക്കുള്ള അഡ്വാൻറ്റേജാണ് പറഞ്ഞത്. കമ്പനിയെ സംബന്ധിച്ച് നിന്നെ വർക്കിനെടുത്ത് കഴിഞ്ഞാൽ നീ അത് ചെയ്യുമോ? നീ ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ നിനക്ക് 100-ൽ 100 മാർക്ക് വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇവാലുവേഷൻ ആവില്ല. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമല്ലേ. ഇപ്പോൾ എന്താ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്നത്? ഇപ്പോൾ SSLCയുടെ മാർക്ക് വന്നു, എല്ലാം A+. A+ പറഞ്ഞു കഴിഞ്ഞാൽ അവനെല്ലാം അറിയുന്ന അർത്ഥമുണ്ടോ? ഒരർത്ഥവുമില്ല. അത് നിങ്ങൾക്കറിയാം, എനിക്കും അറിയാം. അതേപോലെ ഡിപ്ലോമയ്ക്ക് മാർക്ക് എല്ലാം S ആണ്, അല്ലെങ്കിൽ 9 ആണ് CGPA. അതിനർത്ഥം അവനെല്ലാം ചെയ്യാൻ അറിയാമെന്നാണോ? അല്ല, അങ്ങനെ ഒരിക്കലും അർത്ഥമില്ല. അപ്പോൾ
ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഏൽപ്പിച്ച വർക്ക് നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു. അപ്പോൾ കമ്പനിക്ക് അറിയാൻ പറ്റും നിങ്ങളെ ഏൽപ്പിക്കാൻ പോകുന്ന വർക്ക് നിങ്ങൾ ചെയ്യാൻ കേപ്പബിൾ ആണോ. അതാണ് കമ്പനിയെ സംബന്ധിച്ചുള്ള അഡ്വാൻറ്റേജ്. അല്ലാതെ കമ്പനി ഇപ്പം നീ ഇത് എന്തുകൊണ്ട് ഇത് ചെയ്തില്ല എന്നുള്ളൊരു ചോദ്യമൊന്നും കമ്പനിക്ക് വയ്ക്കില്ല. നിന്നെ വേണ്ട, അല്ലെ വേണം, അത്രയൊരു തീരുമാനം മാത്രമേ എടുക്കുള്ളൂ. ഇതിനൊക്കെ കമ്പനിയാണ്. അതൊരു വശം. രണ്ടാമത്തെ വശം, ഇതിനെല്ലാം അപ്പുറം നമ്മൾ ഇലക്ട്രോണിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി നമുക്കുണ്ടാകണം. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ എടുക്കുകയോ, അപ്പോൾ എടുത്തു കഴിഞ്ഞിട്ട് ഇതെല്ലാം ഒരു എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയാണല്ലോ അൾട്ടിമേറ്റ്ലി. അതിനല്ലാതെ നമുക്കൊരു ഒരു 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 ആവശ്യം നമുക്ക് ഈ സബ്ജക്റ്റ് പഠിക്കുന്നതിലില്ലല്ലോ. തൊഴിൽ കിട്ടുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ മുകളിലേക്ക് പഠിക്കുക. ഇതിന് രണ്ടിനപ്പുറമുള്ള ഒരു ആവശ്യമില്ല. ചിലപ്പോൾ ഓണ്ടർപ്രണർ ആവുക എന്നുള്ള ഒരു ഉദ്ദേശമുണ്ട്. അത് പക്ഷേ ഇത് രണ്ടിലും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഒരു സ്വയം തൊഴിൽ സംരംഭകനാകുക എന്ന് പറഞ്ഞാൽ അതിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ രണ്ടേ ഉള്ളൂ. ഒന്ന് മുകളിലേക്ക് പഠിക്കാം, അതല്ലെങ്കിൽ ജോലി ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ജോലി ചെയ്തുകൊണ്ട് തന്നെ മുകളിലേക്ക് പഠിക്കാം. അപ്പോൾ അങ്ങനെ 3 ഓപ്ഷനാണ്. അപ്പോൾ ഇലക്ട്രോണിക്സിനെ സംബന്ധിച്ച് ഒരു എൻജിനീയർ എങ്ങനെ ആയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രോബ്ലം തന്നിട്ടുണ്ടെങ്കിൽ അത് അവന് സോൾവ് ചെയ്യാൻ പറ്റണം. നമ്മൾ സാധാരണ എൻജിനീയേഴ്സിനെ നിങ്ങൾ എവിടെയാണ് കാണുന്നത്? നമ്മൾ ഇലക്ട്രോണിക്സ് എൻജിനീയേഴ്സൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഫോർ ഫ്രണ്ടിലുള്ള ഒരു ഗ്രൂപ്പല്ല, അല്ലേ? ഒരു 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 സാധാരണ ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് ഇടപഴകുന്ന ഒരു ഗ്രൂപ്പല്ല, അല്ലല്ലോ. പക്ഷേ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സിവിൽ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്, ഇലക്ട്രോണിക്സിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പല കാര്യങ്ങളും ഒന്നുകിൽ സോഫ്റ്റ്വെയർ ആയിരിക്കും. ആ സോഫ്റ്റ്വെയർ എഴുതുന്ന ആപ്ലിക്കേഷനും ഒരു സാധാരണ ഒരു പൊതുജനവുമായിട്ട് ബന്ധപ്പെടേണ്ട കാര്യമില്ല. നമുക്കിപ്പോൾ കൂടുതൽ ആൾക്കാരുമായിട്ട് ഇടപഴകുന്ന ഒരു ഗ്രൂപ്പ് നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ആണല്ലേ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ നിങ്ങളൊരു വീട് വയ്ക്കാൻ ഒരു എഞ്ചിനീയർ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് കസ്റ്റമർ പറയുകയാണ് വീട് വയ്ക്കുക. അപ്പോൾ എഞ്ചിനീയർ ആദ്യം എന്താ തീരുമാനിക്കുന്നത്? അതിന് വേണ്ട ഫൗണ്ടേഷൻ എന്താണ്, ആ സോയിൽ നോക്കിയിട്ട് എന്ത് ടൈപ്പ് ഫൗണ്ടേഷൻ വേണമെന്നുള്ളത് എഞ്ചിനീയർ അവിടെ അങ്ങ് തീരുമാനിക്കുക. അല്ലാതെ കസ്റ്റമറിൻ്റെ അടുത്ത് ചോദിക്കുമോ, അല്ല സാറേ ഞാനിവിടെ റബിൾ ഫൗണ്ടേഷൻ കെട്ടിക്കോട്ടെ എന്ന് ചോദിക്കുമോ? അങ്ങനെ ചോദിക്കില്ല. കാരണം കസ്റ്റമറിനോ അല്ലെങ്കിൽ ഈ നിങ്ങളെ ഏൽപ്പിക്കുന്ന ആൾക്ക് ഇതൊന്നും അറിയില്ല. നിങ്ങളാണ് സജസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ ആണെന്നുണ്ടെങ്കിൽ 3 ഫേസ് വയറിംഗ് വേണോ, സിംഗിൾ ഫേസ് വയറിംഗ് വേണോ, എയർ കണ്ടീഷണർ വയ്ക്കണമെങ്കിൽ എന്ത് ലോഡ് വേണം, എന്ത് വയർ വേണം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഒരു എഞ്ചിനീയർ ഇൻസ്റ്റൻ്റായിട്ട് മറുപടി പറയാൻ പറ്റണം. അതേപോലെ തന്നെയാണ് ഇലക്ട്രോണിക്സിൽ നിങ്ങളടുത്ത് ഒരു പ്രോബ്ലം പറയുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ആൾട്ടർനേറ്റീവ് മെത്തേഡ്സ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും. ഇപ്പോൾ ചില എക്യുപ്മെൻറ്റ് റിപ്പയർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇന്ന പ്രോഡക്റ്റ് ഇന്ന സ്പെയർ പാർട്സ് കിട്ടുന്നുണ്ടാവില്ല. അടുത്ത എന്താണ്, അതിന് മറുപടി നിങ്ങൾ പറയേണ്ടി വരും. അതേപോലെ തന്നെ ഈ എക്യുപ്മെൻറ്റ് റിലയബിളായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഒരു കേടായ ഒരു എക്യുപ്മെൻറ്റ് അതിലെന്ത് കോമ്പണൻറ്റ് മാറ്റിക്കഴിഞ്ഞാലാണ് അത് വീണ്ടും വീണ്ടും കേടാകാതിരിക്കുക, അല്ലേ? ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടാവും, അല്ലെങ്കിൽ ടെലിവിഷൻ ഉണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ വീട്ടിലെ ടെലിവിഷൻ കേടായി, നിങ്ങളൊരു ടെക്നീഷ്യനെ വിളിച്ചു. ടെക്നീഷ്യൻ ആദ്യം വന്ന് റിപ്പയർ ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെയും അങ്ങോട്ട് കേടായി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? പിന്നെ നിങ്ങൾ അവരെ വിളിക്കുമോ? ഇല്ല. അപ്പോൾ ഒരു പ്രൈമാ ഫേസ് ഈ സബ്ജക്റ്റുമായിട്ടുള്ള ഒരു ലിങ്കാണ് പ്രോജക്റ്റ് വർക്ക്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് പറയാം. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഏറ്റവും ബെസ്റ്റ് ടൂളാണ്. ഒന്ന്, നിങ്ങൾ പഠിച്ച സാധനങ്ങൾ പ്രാവർത്തികമാക്കിയ ഒരു ആപ്ലിക്കേഷൻ. ഇത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്, നമ്മുടെ കോഴ്സിൽ മാത്രമല്ല. ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ പ്രോജക്റ്റ് വർക്ക്, ഡോക്ടർമാരൊക്കെ ആണെങ്കിൽ അവിടെ ഹൗസ് സർജൻസി എന്ന് പറയും, അല്ലേ? പഠിച്ച സാധനങ്ങൾ രോഗികളിൽ പരീക്ഷിച്ച് ഒന്ന് ക്ലിയർ ആക്കാനുള്ള സംവിധാനം. പിന്നെ നിങ്ങളൊരു ആശാരിപ്പണിക്ക് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും? ആശാരിക്ക് പണിക്ക് പോകുമ്പോഴത്തേക്ക് ആശാരി കുറച്ച് നാൾ ഹെൽപ്പറായിട്ട് കിടക്കില്ലേ, അതെടുത്തുകൊണ്ട് വാടാ ഇതെടുത്തുകൊണ്ട് വാടാ എന്ന് പറയും, അല്ലേ?